2025 മെയ് 1 മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM ഇടപാട് ചാർജുകൾക്കായുള്ള പുതുക്കിയ ചട്ടക്കൂട് പ്രാബല്യത്തിൽ വരും. ഇത് രാജ്യത്തുടനീളമുള്ള സൗജന്യ ഇടപാട് പരിധികൾ, അധിക ഇടപാടുകൾക്കുള്ള ചാർജുകൾ, ഇന്റർചേഞ്ച് ഫീസ് ഘടനകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്താക്കൾക്ക് പ്രതിമാസം ഒരു നിശ്ചിത എണ്ണം സൗജന്യ ATM ഇടപാടുകൾക്ക് അർഹതയുണ്ടായിരിക്കും. മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ 3, മെട്രോപൊളിറ്റൻ ഇതര പ്രദേശങ്ങളിൽ 5 എന്നിങ്ങനെ. ഈ സൗജന്യ ഇടപാടുകളിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 21 രൂപയാണ് സൗജന്യ പ്രതിമാസ പരിധി കവിഞ്ഞുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്നത്. നിരക്ക് വർധന നടപ്പാക്കുന്നതോടെ സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും 23 രൂപ നൽകണം. നിരക്ക് വർധനയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് വിജ്ഞാപനം തിങ്കളാഴ്ചയാണ് RBI പുറത്തിറക്കിയത്. ഉപഭോക്താവിന് അക്കൗണ്ടിലുള്ള ബാങ്കിന്റെ തന്നെ ATM 5 ഇടപാടുകൾക്ക് സൗജന്യമായി ഉപയോഗിക്കാം. HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ബാങ്കുകൾ ഇതിനകം തന്നെ മാറ്റങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൗജന്യ ATM ഇടപാട് പരിധികളിൽ മാറ്റമില്ലെന്ന് RBI അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും സേവിംഗ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഇത് ബാധകമാണ്. നിലവിൽ സൗജന്യ പരിധി കവിഞ്ഞുള്ള ഓരോ ATM ഇടപാടിനും ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നത് 21 രൂപയാണ്. 2022 മുതലാണ് ഈ നിരക്ക് ഈടാക്കി തുടങ്ങിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശകളെ തുടർന്നുള്ള RBI പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ATM നിരക്ക് വർധനവ് നടപ്പാക്കുന്നത്. ATM പരിപാലനത്തിനുള്ള വർദ്ധിച്ച ചെലവ് നികത്തുന്നതിന് ബാങ്കുകളും ATM ഓപ്പറേറ്റർമാരും നിരക്ക് വർധനയ്ക്കു വേണ്ടി ആവശ്യമുന്നയിച്ചിരുന്നു. ചെറുകിട ബാങ്കുകളെ ATM നിരക്ക് വർധനവ് സാരമായി ബാധിച്ചേക്കാം. ഇത്തരം ചെറു ബാങ്കുകൾക്ക് കുറച്ച് ATMകൾ മാത്രമേ ഉണ്ടാകൂ. മാത്രമല്ല, പണം പിൻവലിക്കുന്നതിന് ഈ ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്ക് മറ്റ് ബാങ്ക് ATMകളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും. പണം പിൻവലിക്കുന്നതിനും ബാലൻസ് പരിശോധിക്കുന്നതിനും സ്വന്തം ബാങ്കിന്റെ ATMനു പുറമെ മറ്റു ബാങ്കുകളുടെ ATMനെ ആശ്രയിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് ചെലവ് കൂടും. സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും 23 രൂപ നൽകേണ്ടതായി വരും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.